ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടിയൊക്കെ മയക്കിയെടുക്കില്ലേ, അതുമുണ്ട്. അതുപോലെ തന്നെ അപ്പമാവ് ഉണ്ടാക്കുന്നതും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. എന്നാലും ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ആദ്യം വട്ടത്തിൽ തന്നെ പാവയ്ക്ക നല്ലപോലെ കഴുകിയെടുത്ത പാവയ്ക്കയാണ്. അത് വട്ടത്തിലരിഞ്ഞു. ആ സ്ലൈസറിൽ ഏറ്റവും തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിലേക്ക് ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ തൈരും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം തൈര് ആഡ് ചെയ്യുമ്പോൾ പാവയ്ക്കയ്ക്ക് കയ്പ്പുണ്ടാവുമല്ലോ, അത് ഇച്ചിരി കുറഞ്ഞിരിക്കും. പിന്നെ നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തു. ഇത് ഒരുപാടിട്ട് വേവിക്കേണ്ട, ജസ്റ്റ് 1 മിനിറ്റ്. വളരെ തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കണേ. അപ്പോൾ കുഴഞ്ഞു പോകും കുറേ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ആവി ഒന്ന് കയറിയാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വെയിലത്തിട്ട് ഉണക്കണം. അപ്പം ഞാൻ നിരത്തി വെച്ചു. എന്നിട്ട് ഞാൻ വെയിലത്ത് പുറത്തുകൊണ്ട് ഉണക്കാൻ വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്നു ഉണങ്ങട്ടെ. ഇനി നമുക്ക് മണ്ണിൻ്റെ ചട്ടി എങ്ങനെയാണ് മയക്കി എടുക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളത്തിൽ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചു ഒരു ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അടുപ്പിലാണ് ചെയ്യണത്. അതേ കഞ്ഞിവെള്ളം തന്നെ എടുത്ത് വെച്ചു. അതിലേക്ക് ഇച്ചിരി കൂടെ ഇന്നത്തെ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മളതെടുത്ത് താഴെ വെച്ചു. ഇതുപോലെ തന്നെ വേറൊരു ചട്ടിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുകയാണ്. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം ചാരം ഉപയോഗിച്ച് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ചാരം ഉപയോഗിക്കുന്നത് കൊണ്ട് കയ്യിലൊക്കെ ആവാതിരിക്കാൻ ഞാനൊരു ഗ്ലൗസും കൂടെ ഇട്ടു. അപ്പോൾ കഞ്ഞിവെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ അതിനകത്ത് ആ റെസിഡ്യൂ അതെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ അലക്കല്ലിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. കാരണം സിങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആ കരിപ്പാടാവും. അപ്പോൾ അതുകൊണ്ട് അലക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നഖത്തിൻ്റെ ഇടയിലൊക്കെ കയറി ഇരിക്കാതിരിക്കാനാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. എന്നിട്ടും എൻ്റെ കയ്യിൽ കരിയായിട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എന്നാലും കുറച്ച് പാടുകളായിട്ട് അവിടെ കിടക്കും. അത് നമുക്ക് സിങ്കിൽ കൊണ്ട് നന്നായിട്ട് കഴുകാം. ചാരം വെച്ച് കഴുകണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിച്ചാൽ ഇതിൽ ചെറിയ ചെറിയ പോൾസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് സോപ്പ് കയറിയിരിക്കും. നമ്മൾ എത്ര കഴുകിയാലും അത് പോകണമെന്നില്ല. അപ്പം സാധാരണ മൺചട്ടി അല്ലെങ്കിൽ കലച്ചട്ടിയൊക്കെ ഇതുപോലെ ചാരം വെച്ച് കഴുകുന്നതാണ് നല്ലത്. ഈ സ്റ്റീൽ സ്ക്രബിലും ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഗ്ലൗസിൽ എന്തുമാത്രം കരിയാണത്, കൈ കഴുകിയിട്ടും അത് പോകാത്തത്. അപ്പം ശരിക്കും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചേനെ. അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഇടുന്നത്. ഇപ്പോൾ കണ്ടത് വൃത്തിയായി നല്ലതായി. ഇനി നമുക്ക് ചെറിയ തീയിൽ, ഇനിയാണ് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ചെറിയ തീയിട്ടിട്ട് വെച്ച് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണേ. നന്നായിട്ട് അതിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണ് എല്ലായിടത്തും. 2 ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊന്ന് ആ തീയിൽ കിടന്ന എണ്ണ ഒന്ന് വറ്റിപ്പോവും. അപ്പോൾ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തുടച്ചെടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഞാൻ ചെയ്യും. അതിനുശേഷം ഞാൻ ഓഫ് ചെയ്തിടും. എന്നിട്ട് സൺലൈറ്റിൽ കൊണ്ട് കുറച്ച് നേരം, ഒരു വൈകിട്ട് വരെ അതങ്ങ് വെച്ചേക്കും. ഇതിങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴും അതുപോലെ സൺലൈറ്റിൽ വെക്കുമ്പോഴും നമുക്കിതൊരു നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് അവിടെ അടിയിൽ ഇങ്ങനെ പിടിച്ച് വരില്ല. അതിനു വേണ്ടിയാണ് ഈ എണ്ണ തേച്ച് ഇങ്ങനെ ഈ പ്രോസസ്സ് അങ്ങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അപ്പത്തിന് മാവ് അരയ്ക്കാം. ഇനി ഞാൻ എങ്ങനെയാണ് അപ്പത്തിന് മാവ് അരയ്ക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആ അരിയുടെ ആ വെള്ളം ഒന്ന് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ഗ്രൈൻഡർ ഓൺ ചെയ്തു. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. അതിനുശേഷം 1 കപ്പ് ചോറും കൂടെ അതിലിട്ട് അരയ്ക്കുന്നുണ്ട്. കുറച്ച് ജീരകം കൂടെ അതിൽ ആഡ് ചെയ്തു. അത് ഓപ്ഷണലാണ്, പക്ഷെ ഞാൻ ജീരകം ആഡ് ചെയ്യും. പിന്നെ തേങ്ങ, ഒരു 1.5 പിടി തേങ്ങ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാളികേരത്തിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളം ഞാൻ അരിച്ചെടുക്കുകയാണ്. അതും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. പക്ഷെ ഞാനിപ്പോൾ നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു. അതങ്ങനെ തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലെന്ന് പറയും.
പക്ഷെ ഞാനിവിടെ ഈസ്റ്റ് ഇടുന്നത് കൊണ്ട് ഞാൻ നേരിട്ട് അങ്ങോട്ട് ഒഴിക്കുക ചെയ്തത്. ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് ഈ നാളികേര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്കതൊരു ശീലമായിപ്പോയി, അതുകൊണ്ട് ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നു ഉപ്പാണ്. ഇനി പഞ്ചസാര ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. എന്നിട്ട് ഇതൊന്നും കൂടെ അരച്ചതിന് ശേഷം ആ സമയത്ത് അത് അരച്ച് വരുന്ന സമയത്ത് ആ തേങ്ങ മുഴുവൻ ഞാനിരുന്ന് ചിരണ്ടി അത് നമുക്കിനി 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ മാവ് അരച്ച് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഈസ്റ്റും അതുപോലെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഒരു 3-4 മണിക്കൂർ ഇരിക്കട്ടെ. അങ്ങനെ അപ്പത്തിൻ്റെ മാവ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.